പൂഞ്ഞാർ പുലി PC ജോർജിന് ഇപ്പോൾ നല്ല കാലമാണ്. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ വെറും നോട്ട ജോർജായിരുന്ന PC ജോർജ് പൂഞ്ഞാറിൽ ജയന്റ് കില്ലറായതോടെ ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾക്കിടയിൽ വീരപുരുഷനാണ്. ഗൾഫ് മലയാളി സംഘടനകളുടെ ക്ഷണം സ്വീകരിച്ച് ദുബായിലെത്തിയ PC ജോർജ് പതിവ് പോലെ പത്രസമ്മേളനവും നടത്തി. KM മാണി വധം പ്രതീക്ഷിച്ച മാധ്യമ പ്രതിനിധികളെ PC ജോർജ് നിരാശപ്പെടുത്തി. പഴയ നേതാവായ മാണിയെക്കുറിച്ച് ഇനി ജോർജ് ഒന്നും പറയില്ല. തീർന്ന ആളുകളെ പറ്റി എന്തിനാണ് നമ്മൾ ഒരു മനുഷ്യൻ വീണ് കിടന്ന് കൈ കാലിട്ട് അടിക്കും ചവിട്ടൻ ഞാനില്ല. അത് താമസിയാതെ കരിങ്കോഴക്കൽ ജയിലൊക്കെ ഉണ്ടാകാൻ പോവുക. പുള്ളി കിടക്കാൻ വയസ്സനാം കാലമല്ലേ. ഞാൻ നിങ്ങൾക്ക് അറിയില്ലേ, പറയും വയസ്സനാം കാലത്ത് ഇനിയിപ്പോൾ 87 വയസ്സുണ്ട്, ശിക്ഷ ഉറപ്പാണ്. VSന്റെ മകനെക്കുറിച്ച് മുമ്പ് പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും VSനോട് കടുത്ത ആരാധനയാണ് PC ജോർജിന്. അച്യുതാനന്ദന് പ്രത്യേക ജനുസാണ്. അത് ഇടിയും തൊഴിയും കണ്ട് ത്യാഗം സഹിച്ച് സമരസഖാവ മാണി വന്ന പോലെ ഒളിച്ച് പുറക്കൂടെ ഒളിച്ചു കയറി വന്നയാളല്ല അച്യുതാനന്ദൻ. തൊഴിൽ ചോദിച്ചു വന്നയാളാണ്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും സംസ്ഥാന സർക്കാരിനെ കുറിച്ച് ജോർജ് ഓരോ വല്യമ്മമാർക്കും വല്യപ്പന്മാർക്കും 10,000, 25,000, 10,000, 24,000 രൂപ കൈ കിട്ടി. വളരെ സന്തോഷകരമായ ഓണമായിരുന്നു ഇത്തവണ. പഴയതിൽ നിന്ന് വ്യത്യസ്തമായി തിരുവോണത്തിന് ഒരു കൊഴുപ്പുണ്ടായിരുന്നു ഇത്തവണ. ഗൾഫിൽ ഓണക്കാലത്തെത്തിയതിനാൽ വാമന വിവാദത്തിൽ പ്രതികരിക്കാതെ പോകുന്നതും ശരിയല്ല. മാവേലി എന്ന് പറയുന്നത് ദ്രാവിഡ സംസ്കാരത്തിന് പ്രതീകമാണ്. ദ്രാവിഡ സംസ്കാരം എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യൻ സംസ്കാരമാണ്. ആ ദ്രാവിഡ സംസ്കാരം എന്ന് പറഞ്ഞാൽ കറുത്തവൻ്റെ സംസ്കാരമാണ്. കറുത്തവൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ പിന്നോക്കക്കാരൻ്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെയും പട്ടികജാതിക്കാരൻ്റെയും ഉൾപ്പെടെ സംസ്കാരമാണ്. ആ സംസ്കാരമുള്ള മാവേലിയെ ആരാ ചവിട്ടിത്താത്തിയത്? വാമന്. വാമൻ ആരാ? ആര്യ സംസ്കാരത്തിൻ്റെ ആളാണ്. വെളുത്തവൻ്റെ ബ്രാഹ്മണൻ്റെ ആളാണ്. ബ്രാഹ്മണന്മാരുണ്ട്, എന്നോട് ക്ഷമിച്ചേക്കണം. കടുത്ത VS പക്ഷപാതിയും മാവേലി പക്ഷപാതിയുമായ PC ജോർജ് മണ്ഡലത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന മഹാബലി അല്ല. പക്ഷേ ഈ മാവേലിയെ മുന്നണിയിലെടുക്കാൻ ഇടതുമുന്നണിയിലെ വാമനന്മാർക്കും ഭയമാണ്. കാരണം സ്വന്തം നാക്ക് ശത്രുവായ ഈ അഭിനവ മാവേലി മുന്നണിയിലെ വാമനന്മാരെ ചവിട്ടിത്താഴ്ത്തിക്കളയും. വക്രദൃഷ്ടി സമാപിക്കുകയാണ്. ഇനി നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.